ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വെജ് പുലാവാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ബട്ടർ പനീറിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു വെജ് പുലാവ് തയ്യാറാക്കാമെന്ന്. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 3 ഏലക്കായ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഒരു ബേ ലീഫ്, 2 പീസ് പട്ട, 2-3 ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇവയെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സ്പൈസസ് ഒക്കെ ചെറുതായി ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായി വാടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ക്യാരറ്റ്, ബീൻസ്, കോൺ അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാം. അടുത്തതായി നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച 2 കപ്പ് അരി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. റൈസ് പകുതി വെന്ത് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. നമ്മുടെ റൈസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജ് പുലാവ് റെഡി. അപ്പോൾ ഇന്നത്തെ ഈ വെജ് പുലാവിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്